നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശരത് പൂർണിമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒക്ടോബർ 6-ാം തീയതി തിങ്കളാഴ്ചയാണ് ഇത്തവണത്തെ ശരത് പൂർണിമ വരുന്നത്. ഹിന്ദു കലണ്ടർ അനുസരിച്ച് ഒരു വർഷത്തിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൂർണിമകളിൽ ഒന്നാണ് ശരത് പൂർണിമ. 16 കലകളുമായി ചന്ദ്രൻ പുറത്തു വരുന്ന വർഷത്തിലെ ഏക ദിവസം ശരത് പൂർണിമയാണ്. അശ്വിന മാസത്തിലെ പൗർണമി ദിവസം ശരത് പൂർണിമയായി ആഘോഷിക്കുന്നു. ഇത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കുമാരപൂർണിമ, കോജഗിരി പൂർണിമ, കൗമുദി പൂർണിമ എന്ന പേരിലും അറിയപ്പെടുന്നു. മഴക്കാലത്തിന്റെ അവസാനം ആഘോഷിക്കുന്ന ഈ ദിവസം കൊയ്ത്ത് ഉത്സവമാണ്. വർഷത്തിൽ 16 കലകളുമായി ചന്ദ്രൻ തെളിഞ്ഞു വരുന്ന ഒരേ ഒരു ദിവസം ഈ ശരത് പൂർണിമയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം ഓരോ മാനുഷിക ഗുണവും ചില കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൂടാതെ 16 വ്യത്യസ്ത കലകളുടെ സംയോജനം ഒരു തികഞ്ഞ മനുഷ്യ വ്യക്തിത്വം സൃഷ്ടിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇങ്ങനെ 16 കലകളോടെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചത്. എന്നാൽ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ജനിച്ചത് 12 കലകളുമായി ആയിരുന്നു. ശരത് പൂർണിമയ്ക്ക് വളരെ പ്രത്യേകമായ പ്രാധാന്യമാണുള്ളത്. മഴക്കാലവും ശൈത്യകാലവും ചേരുന്ന ദിവസത്തെ പൂർണ്ണ ചന്ദ്രനാണ് ശരത് പൂർണിമ. ഈ ദിവസം ചന്ദ്രൻ അമൃത് വർഷിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശരത് പൂർണിമയിൽ ചന്ദ്രനെ ആരാധിക്കുന്നതിലൂടെ ആരോഗ്യകരമായ ശരീരം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഈ ദിവസം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും വളരെ ഫലപ്രദമാണ്. ഐതിഹ്യം അനുസരിച്ച് ഈ ദിവസമാണ് ലക്ഷ്മി ദേവി ജനിച്ചത്. ഈ ദിവസം അഷ്ടലക്ഷ്മിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും വന്നു ചേരുന്നതാണ്. ശരത് പൂർണിമ ദിവസം മനുഷ്യരുടെ പ്രവൃത്തികൾ കാണുവാൻ ഭൂമിയിൽ എത്തുന്നു എന്നാണ് വിശ്വാസം. ശരത് പൂർണിമ ദിവസം ചന്ദ്രനെ ആരാധിക്കുന്നതിലൂടെ നല്ല ആരോഗ്യം, സമ്പത്ത്, സന്തോഷം എന്നിവയാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നതാണ്. ഇനി വർഷത്തിൽ പൗർണമി വ്രതം എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ശരത് പൂർണിമ ദിവസം മുതൽ വ്രതം ആരംഭിക്കാവുന്നതാണ്. ഈ വർഷം ശരത് പൂർണിമ ഒക്ടോബർ 6-ാം തീയതി തിങ്കളാഴ്ചയാണ് വരുന്നത്. ഇനി പൗർണമി തിഥി ആരംഭിക്കുന്നത് ഒക്ടോബർ 6-ാം തീയതി ഉച്ചയ്ക്ക് 12:23 ഒക്ടോബർ 7 രാവിലെ 9:16 പൗർണമി തിഥി അവസാനിക്കുന്നത്. ചന്ദ്രോദയത്തിന് ശേഷമാണ് പൂർണ്ണചന്ദ്രനെ ആരാധിക്കേണ്ടത്. വിശ്വാസമനുസരിച്ച് ശരത് പൂർണിമ ദിവസം ചന്ദ്രനെയും ലക്ഷ്മി ദേവിയും ആരാധിക്കുന്നത് വളരെ മഹത്തരമായാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ദിവസം ചന്ദ്രന്റെ കിരണങ്ങൾ അമൃത് പോലെയാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പൗർണമി ദിവസം രാത്രിയിൽ പാൽപായസമുണ്ടാക്കി ചന്ദ്രപ്രകാശം ഈ പായസത്തിൽ പതിക്കുന്ന രീതിയിൽ വീടിന് പുറത്ത് വെക്കുക. പിറ്റേന്ന് രാവിലെ ഈ പാൽപായസം കഴിക്കുന്നതിലൂടെ ആരോഗ്യപരമായ പല നേട്ടങ്ങളും വന്നു ചേരുന്നതാണ്. ഈ ദിവസം ലക്ഷ്മി ദേവി രാത്രി മുഴുവൻ ഭൂമിയിൽ സഞ്ചരിക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ദീപാവലിക്ക് മുൻപുള്ള ഈ ശരത് പൂർണിമ ദിവസം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിലൂടെ വീട്ടിൽ ഐശ്വര്യവും സമ്പത്തും പടികടന്നെത്തുന്നതാണ്. ഇനി ശരത് പൂർണിമയിൽ പാൽപായസം തയ്യാറാക്കി അത് നമ്മൾ കഴിച്ചാൽ അതിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ശരത് പൂർണിമ ദിവസത്തിലെ ചന്ദ്രകിരണങ്ങൾക്ക് ശരീരത്തിനും ആത്മാവിനും പോഷണം നൽകുന്ന ചില രോഗശാന്തി ഗുണങ്ങളുണ്ട്. അതിനാൽ തന്നെ ഇന്ത്യൻ പാരമ്പര്യം അനുസരിച്ച് ഈ ദിവസം രാത്രി മുഴുവൻ ചന്ദ്രപ്രകാശത്തിൽ പശുവിൻ പാലും അരിയും പഞ്ചസാരയും ചേർത്തുണ്ടാക്കുന്ന പായസം തയ്യാറാക്കി വെക്കുക. രാവിലെ ഈ പായസം കുടുംബാംഗങ്ങൾ പ്രസാദമായി കഴിക്കാവുന്നതാണ്. ഇനി ഒക്ടോബർ 6-ാം തീയതി ചന്ദ്രോദയം വരുന്നത് വൈകിട്ട് 5:27 അതുകൊണ്ട് തന്നെ സന്ധ്യയ്ക്ക് 6 മണി മുതൽ ലക്ഷ്മി പൂജ ചെയ്യാവുന്നതാണ്. വളരെ ലളിതമായി എങ്ങനെയാണ് ലക്ഷ്മി പൂജ ചെയ്യേണ്ടതെന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഇനി സാധിക്കുമെങ്കിൽ ദേവിക്ക് മുല്ലപ്പൂമാല ചാർത്തുകയും മുല്ലപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ വിളക്ക് കൊളുത്തുമ്പോൾ നെയ്യൊഴിച്ച് തന്നെ കൊളുത്തുവാൻ ശ്രദ്ധിക്കുക. അതിന് സാധിക്കാത്തവർക്ക് നല്ലെണ്ണയൊഴിച്ച് ദീപം കൊളുത്താവുന്നതാണ്. ഇനി നിവേദ്യമായി പാൽപായസം, പഴവർഗ്ഗങ്ങൾ, വെറ്റ, പാക്ക് അങ്ങനെ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നവ എല്ലാം തന്നെ ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ്. ഇനി ഒരുപാട് ഫ്രൂട്ട്സ് ഒന്നും വാങ്ങി വെക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പൗർണമി ആയതുകൊണ്ട് തന്നെ പാൽപായസം ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കുക. ഇനി വളരെ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതിനായി പൗർണമി ദിവസം മഹാലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലാവുന്നതാണ്. അതിനോടൊപ്പം കനകതാര സ്തോത്രം കൂടി ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നതാണ്. ഇനി സാമ്പത്തികപരമായ ഉയർച്ച ഉണ്ടാകുവാനും സാമ്പത്തിക തടസ്സങ്ങൾ മാറി സമ്പൽ സമൃദ്ധി പെരുകുവാനും പൗർണമി ദിവസം ചെയ്യേണ്ട ഒരു പരിഹാരത്തെക്കുറിച്ച് പറയാം. വീട്ടിലെ അതായത് നമ്മുടെ കിച്ചണിൽ തുവരപ്പരിപ്പ് ഇട്ടിരിക്കുന്ന ആ ഒരു ഡപ്പയിൽ ചന്ദ്രോദയത്തിന് ശേഷം പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സ്വർണം, മോതിരമോ
ഇനി അതല്ല നിങ്ങളുടെ കയ്യിൽ സ്വർണ്ണ കൊയിൻ ഉണ്ടെങ്കിൽ അതിടാവുന്നതാണ്. അതിനോടൊപ്പം വെള്ളി കൊയിൻ ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ വെള്ളി ആഭരണമോ ഇടുക. അതിനോടൊപ്പം 1 രൂപ നാണയം ഇത്രയും ഇട്ട് ആ ബോട്ടിൽ അടച്ചു വെക്കാവുന്നതാണ്. പൗർണമി ദിവസം രാത്രി മുഴുവനും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിറ്റേന്ന് പൗർണമി തിഥിക്ക് ശേഷം ഇത് നിങ്ങൾക്ക് തിരികെ എടുക്കാവുന്നതാണ്. അതിനുള്ളിൽ വെച്ച സ്വർണവും വെള്ളിയും തിരികെ എടുക്കാം. അതുപോലെ തന്നെ നാണയവും തിരികെ എടുക്കാവുന്നതാണ്. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പരിപ്പും എടുക്കാവുന്നതാണ്. ഇനി നാണയം നിങ്ങളുടെ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ പേഴ്സിലോ സൂക്ഷിക്കാവുന്നതാണ്. അതിശക്തിയാർന്ന ശരത് പൂർണിമ ദിവസം ഈ ഒരു പരിഹാരം ചെയ്താൽ ഉറപ്പായും നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. സാമ്പത്തികപരമായ ഉയർച്ച ഉണ്ടാകുന്നതാണ്. പാഴ്ചിലവുകൾ ഇല്ലാതായി വരുമാനം വർദ്ധിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ കയ്യിൽ പണമില്ലാത്തൊരവസ്ഥ ഒരിക്കലും ഉണ്ടാകില്ല. കയ്യിൽ എപ്പോഴും പണം നിലനിൽക്കുന്നതാണ്. ഇനി രണ്ടാമതായി അതിശക്തിയാർന്ന ഹണി വാട്ടർ ചാർജിങ് മെത്തേഡാണ്. ഈ ഒരു പരിഹാരം ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ആ ഒരു സാന്നിധ്യം വീട്ടിൽ നിലനിൽക്കുവാനും കുടുംബ ബന്ധങ്ങൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറുവാനും കടബാധ്യത പൂർണ്ണമായും നീങ്ങിക്കിട്ടുവാനും സഹായിക്കുന്നതാണ്. ഇനി ഈ ഒരു പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു ഗ്ലാസ് പാത്രത്തിൽ നിറയെ വെള്ളമെടുക്കുക. ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ ചില്ലു ഗ്ലാസോ എടുക്കാവുന്നതാണ്. ഈ വെള്ളത്തിലേക്ക് 1-2 സ്പൂൺ നല്ല ശുദ്ധമായ തേൻ ചേർക്കുക. അതിനുശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഇളക്കുമ്പോൾ ഓം ശ്രീം റീം ക്ലീം ലക്ഷ്മി നമഃ എന്ന മന്ത്രം ചൊല്ലുക. പിന്നീട് ഈ വെള്ളം വീടിൻ്റെ പുറത്ത് ചന്ദ്രകിരണങ്ങൾ ഇതിൽ പതിക്കുന്ന രീതിയിൽ വെക്കുക. വേണമെങ്കിൽ ഒരു അരിപ്പ ഉപയോഗിച്ച് അടച്ചു വെക്കാവുന്നതാണ്. അല്ലാതെ മറ്റുള്ള മൂടി കൊണ്ട് അടച്ചു വെച്ചാൽ ചന്ദ്രൻ്റെ പ്രകാശം ഇതിൽ പതിക്കില്ല. അതും ശ്രദ്ധിക്കുക. പിറ്റേ ദിവസം രാവിലെ വീട്ടിലുള്ള എല്ലാവരും ഇത് കുടിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടി കുടുംബാംഗങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ്. മാത്രമല്ല തടസ്സങ്ങൾ ഇല്ലാതാകുന്നതുമാണ്. ഇനി ഇതുകൂടാതെ ചന്ദ്രോദയത്തിന് ശേഷം 1 രൂപ നാണയമോ അതല്ലെങ്കിൽ വെള്ളി നാണയമുണ്ടെങ്കിൽ അതോ നിങ്ങളുടെ വലത് ഉള്ളം കയ്യിൽ പിടിച്ചുകൊണ്ട് വീടിൻ്റെ പുറത്തു വന്ന് ചന്ദ്രനെ ദർശിച്ച് ഓം ചന്ദ്ര മൗലീശ്വരായ നമഃ എന്ന് എത്ര തവണ ചൊല്ലുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ ചൊല്ലുക. അതിനോടൊപ്പം തന്നെ ഓം ശ്രീ മഹാലക്ഷ്മി നമഃ എന്ന മന്ത്രവും ചൊല്ലുക. ഈ നാണയം പിന്നീട് നിങ്ങളുടെ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ മണി പേഴ്സിലോ വെക്കാവുന്നതാണ്. ഇതിലൂടെ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ പണം നിലനിൽക്കുവാനും അനാവശ്യമായ ചിലവുകൾ കുറയുവാനും ജീവിതത്തിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുവാനും സഹായിക്കുന്നതാണ്. ഇനി അവസാനമായി ഒരു ബോട്ടിലിൽ നിറയെ ശുദ്ധജലമെടുത്ത് വീടിൻ്റെ പുറത്ത് ചന്ദ്രകിരണങ്ങൾ പതിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് പൗർണമി രാത്രിയിൽ വയ്ക്കാവുന്നതാണ്. പിറ്റേന്ന് ഈ വെള്ളം വീട്ടിലുള്ള എല്ലാ സ്ഥലങ്ങളിലും തളിക്കുക. നിങ്ങളിലും തളിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീട്ടിൽ ഏതു വസ്തുവിലാണോ നെഗറ്റീവ് എനർജി ഉള്ളത് അത് പൂർണ്ണമായും മാറി വീടാകെ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയുന്നതാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന അതിശക്തിയാർന്ന ഈ ശരത് പൂർണിമ ദിവസം ഭക്തിയോടും പൂർണ്ണ വിശ്വാസത്തോടും കൂടി ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു നോക്കൂ. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതാണ്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെയും ചന്ദ്രഭഗവാന്റെയും അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.